നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മെമ്മറി കാർഡ് കേസിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളിൽ ചട്ടങ്ങൾ രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് കത്ത് നൽകി. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടത്. മെമ്മറി കാർഡ് കേസിലെ ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് കത്ത് നൽകിയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജി പരിഗണിക്കണം എന്നായിരുന്നു കോടതി ഈ വിഷയത്തിൽ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ച സംഭവം പുറത്തുകൊണ്ടുവരികയും ചെയ്തിരുന്നു. മെമ്മറി കാർഡ് കേസിലെ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ADGP മുതൽ താഴേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും സർക്കുലർ നൽകിയിരുന്നുവെന്നും DGPയുടെ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഡയറക്ടറും സർക്കുലർ നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുമ്പോൾ സർക്കുലർ പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയെന്നും DGP വ്യക്തമാക്കി. ഇക്കാര്യം സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ജില്ലാ കോടതികളുടെ ചുമതലയിലുള്ള രജിസ്ട്രാറും റിപ്പോർട്ട് നൽകിയെന്നും DGP കത്തിൽ സൂചിപ്പിച്ചു. ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ ആർക്കും നൽകരുത് എന്ന കോടതിയുടെ ശക്തമായ മാർഗനിർദ്ദേശമുണ്ട്. പ്രതികൾക്കും ദൃശ്യങ്ങളുടെ പകർപ്പ് നൽകുന്നതിന് വിലക്കുണ്ട്. ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരം മാത്രമേ ആകാവൂ. വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ മാത്രമാകും ദൃശ്യങ്ങളുടെ പരിശോധന. ദൃശ്യ പരിശോധനയുടെ നടപടിക്രമങ്ങളും പരിശോധനാ സമയവും തീയതിയും പരിശോധിച്ച വ്യക്തികൾ ആരൊക്കെയാകുന്നു എന്നും രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആവശ്യഘട്ടത്തിൽ മാത്രമാണ് ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയ്ക്ക് അനുമതി ഉണ്ടാവുക. നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം തെളിവുകൾ നശിപ്പിക്കാം. നശിപ്പിച്ചതിന്റെ റിപ്പോർട്ട് ബന്ധപ്പെട്ട അതോറിറ്റി കോടതിക്ക് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. നടി ആക്രമിച്ച കേസിലെ തെളിവായ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് 3 കോടതികളിലെന്ന അന്വേഷണ റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിട്ടതുമാണ്. ജഡ്ജി ഹണിയം വർഗീസാണ് മെമ്മറി കാർഡ് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തിയത്. അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വിവരങ്ങളാണ് പുറത്തുവന്നത്. 2018 ജനുവരി 9 മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ആണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി 9:58 2018 ഡിസംബർ 13 മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലർക്കാണ്. ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് നിയമവിരുദ്ധമായാണ്. രാത്രി 10:58 മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവോ ഫോൺ ആരുടേതാണ് എന്ന റിപ്പോർട്ടിലും ഉണ്ട്. ഇയാൾ തന്നെ ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ച് ശിരസ്താറിന്റെ ഫോണിലാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു.